വഴിയൊക്കെ കുഴിയായി അതിൽ വെള്ളം കിടക്കുന്നത് നമ്മൾ കണ്ടു. വെള്ളപ്പൊക്കത്തിന്റെ കെടുതി അനുഭവിക്കുന്ന നാടിന്റെ കാഴ്ച കണ്ടു. ഇനിയൊരു വഴിയെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന റെയിൽവേ അടിപ്പാത അടച്ചു. കോഴിക്കോട് ഫറോക്ക് വെസ്റ്റ് നല്ലൂർ അടിപ്പാതയാണ് കഴിഞ്ഞ രാത്രി റെയിൽവേ സ്ഥിരമായി അടച്ചത്. ഇതോടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. സ്ഥലത്ത് നിന്ന് സിനോ തോമസ് നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് സിനോ തോമസ്. കുറെ കാലമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാത അടയ്ക്കുന്നതായി ഇവരെയൊക്കെ അറിയിച്ചിരുന്നോ? ബദൽ യാത്രാമാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, ഗുഡ് ഈവനിങ്. അതായത് കരുവൻതുരുത്തി വെസ്റ്റ് നല്ലൂർ മേഖലയെ കോഴിക്കോട് ഫറോക്ക് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന അടിപ്പാതയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഈ നേരം വെളുത്തതിന് ശേഷം ഈ അവസ്ഥയാണ് ഈ അടിപ്പാതയ്ക്ക്. നോക്കൂ, കഴിഞ്ഞ രാത്രി റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥരെത്തി ഇങ്ങനെ ഇരുമ്പ് പാളം വെച്ച് പൂർണ്ണമായി അടച്ചിരിക്കുന്നു. ഈ രീതിയിൽ അത്യാവശ്യത്തിന് ആളുകൾ ഇങ്ങനെ വേണം ഇവിടെ നിന്ന് നടന്നു പോകാൻ വേണ്ടി. അതായത് ഈ അടിപ്പാതയുടെ പ്രായം എന്ന് പറയുന്നത് എൻ്റെ മുകളിൽ കാണുന്നത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽപാത നിർമ്മിച്ച അതേ പ്രായം തന്നെ ഈ അടിപ്പാതയ്ക്കുണ്ട്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്രയും കാലം ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന അടിപ്പാതയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ അടച്ച് പൂട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വാഹനങ്ങളൊക്കെ തന്നെ, ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ പോയിരുന്നതാണ്. ഇതിൻ്റെ പ്രധാന അടയ്ക്കാൻ കാരണമായി പറയുന്നത് ഈ താഴെ കാണുന്ന വെള്ളക്കെട്ടാണ്. പക്ഷേ വലിയ വെള്ളക്കെട്ടില്ല. നോക്കൂ, എൻ്റെ കാലിലേക്ക് നോക്കിയാൽ കാണാം എൻ്റെ ഉപ്പൂറ്റിക്ക് അത്ര മാത്രമേ വെള്ളമുള്ളൂ. സ്കൂട്ടറും സൈക്കിളൊക്കെ തന്നെ ഇതിലിപ്പോൾ ആളുകൾക്ക് നടന്നു പോകാം. വലിയ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ലെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ പ്രാദേശികമായി ഒരു വാർത്ത വന്നിരുന്നു, വെള്ളക്കെട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് അടച്ചതെന്ന് പറയുന്നു. ഏതായാലും നാട്ടുകാർ ചേരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിരുന്നു അടയ്ക്കുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒരു ഇൻഫർമേഷൻ ഇവിടെ തന്നില്ല. കാരണം ഇതിൻ്റെ ഭാഗത്ത് 7-8 കൗൺസിലർമാരുണ്ട്. 7 വാർഡ് കൂടി ചേർന്നൊരു പാസേജാണ് അതുള്ളത്. 100 കണക്കിന് ആളുകളും അതുപോലെ 100 കണക്കിന് കുട്ടികളും രാവിലെയും വൈകുന്നേരം ഇതിലൂടെ. തൊട്ടടുത്തല്ല നമ്മുടെ സർക്കാർ സ്കൂളല്ലേ? അവിടുത്തെ കുട്ടികൾ ഇത് വഴിക്കാണ് പോകുന്നത്? അതെ, 4000 കുട്ടികൾ പഠിക്കുന്ന വലിയ ഗവൺമെൻറ് ഹൈസ്കൂളുള്ള സ്ഥലമാണ്. അവിടുന്ന് ഏകദേശം 100-150 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ മക്കളൊക്കെ പോകുന്ന ഒരു വഴിയാണ്. അതിലുപരി ഇതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു അമ്പലമുണ്ട്, വളരെ പുരാതനമായിട്ടുള്ള അമ്പലം. ആ അമ്പലത്തിലേക്കും രാവിലെ ആളുകൾ നടന്നു പോകുന്ന അത്ര പ്രധാനപ്പെട്ട റോഡാണ് ഇത്. ഒരു മുന്നറിയിപ്പില്ലാതെ അതും അടച്ചിടാനുള്ള കാരണം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ചോദിച്ചിട്ടും നമുക്കതിൻ്റെ ഒരു വ്യക്തമായ ഒരു വിവരണം ഇതുവരെ തന്നില്ല. DRMനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞത് ഇതിലുണ്ടാകുന്ന വെള്ളം കൊണ്ട് ആർക്കെങ്കിലും ജീവന് ഹാനി ഉണ്ടാവും എന്നുള്ളത് പേടിച്ചിട്ടാണ് ഇത്. അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടോ? കാരണം ഒരു പതിറ്റാണ്ട് 100 വർഷത്തിലേറെയുള്ള അടിപ്പാതയാണല്ലോ. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു പരാതി എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് പാളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു പോകുമ്പോൾ അപകടം സംഭവിച്ചിട്ട് മരണപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അടിപ്പാത ഇല്ലാത്തതുകൊണ്ട് ആളുകൾ എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരത്താണ്. അതിലൂടെ ചുറ്റി വളഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ കയറി മറിഞ്ഞ് പിന്നെ റെയിൽ അപ്പുറം വൃത്തിയെടുക്കുക ചെയ്യുന്നത്, സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട്. വണ്ടികൾ പോകണമെങ്കിലോ? വണ്ടികൾ ഇപ്പോൾ പോകാൻ കഴിയില്ല. ചുറ്റണം വണ്ടികൾ. 1 കിലോമീറ്റർ ചുറ്റി പോകണം. 1 കിലോമീറ്ററോളം ചുറ്റാൻ വളഞ്ഞ് പോകണം. 1985 ഇതേമാതിരി റെയിൽവേ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് അടച്ചിരുന്നു താൽക്കാലമായിട്ട്. അന്ന് ചെന്നൈയിൽ പോയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്നതാണിത്. വീണ്ടും ഇത് ഇങ്ങനെ തന്നെ ചെയ്തുക. വെള്ളക്കെട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്ത് കുണ്ടായിത്തോട് വെള്ളക്കെട്ടാണ് അടിപ്പാതൻ്റെ ഉള്ളിൽ. തൊട്ടടുത്ത് വടക്കുംപാട് ഒരാളെ വെള്ളക്കെട്ടാണ്. അവിടെ ഒന്നും അടച്ചിട്ടില്ല. ഇത് മാത്രം ഒരു പ്രതികാരം, ഫറോക്കിനോട് മാത്രം ഒരു പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു പ്രാദേശിക പത്രത്തിലോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നാണ് ഞങ്ങളോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ഇതിപ്പോൾ അടച്ചതുകൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ റെയിൽപാത മുറിച്ചടക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അപകടം വർദ്ധിക്കും. കുട്ടികൾ അടിപ്പാത അടച്ചതുകൊണ്ട് റെയിൽപാത മുറിച്ചടക്കൂല കുട്ടികൾ. അന്നേരം അപകടം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ട്രെയിനെല്ലാം തന്നെ സ്പീഡ് വർദ്ധിപ്പിച്ചിരിക്കണം. ഇപ്പോൾ 3 റെയിലുണ്ട് മുറിച്ച് കിടക്കാൻ. കുട്ടികൾ സൈക്കിളായിട്ട് കിടക്കുമ്പോൾ എപ്പോഴും അപകടം സംഭവിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് റെയിൽവേ അടച്ചത് ഉടനെ തുറക്കുക എന്നുള്ളതാണ് ഏക പരിഹാര മാർഗം. അല്ലാഞ്ഞാൽ ഈ പ്രദേശത്ത് കരുവന്തുരുത്തി ഭാഗത്തുള്ള ജനങ്ങൾ ഒന്നാകെ ദുരിതത്തിലാവും. ആ രൂപത്തിലേക്ക് അപ്പോൾ റെയിൽവേ ചെയ്ത്. അധികൃതർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. അതിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതുവഴി നടന്നു പോകുന്നതും ആ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെ പോകുന്നതും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണോ? എന്തിനാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അത് അടച്ചിട്ടത്? ആ വശം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ അടിപ്പാത അടച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റെയിൽ ട്രാക്ക് മുറിച്ചു കടന്ന് കുട്ടികളൊക്കെ പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നത് അപകട സാധ്യതയുള്ള ഒരു കാര്യമാണ്.